മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമുള്ള, വിലപിടിപ്പുള്ള, പ്രാർത്ഥിക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം ജീവിതത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാവുക എന്നതാണ്. സൗകര്യങ്ങളും സമ്പത്തും സന്താനങ്ങളും പദവികളും ഉള്ളതുകൊണ്ട് മാത്രം ശാന്തിയും സമാധാനവും ഒരു വ്യക്തിക്ക് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം മനുഷ്യന് സമാധാനവും ശാന്തിയും കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും, വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ വരെ വിശുദ്ധ ഖുർആനിലൂടെയും വിശദീകരണമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ കയറി ചെല്ലുന്ന ഇടം, ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോരുന്ന ഇടം, അതവൻ്റെ താമസ സ്ഥലമാണ്. ഈ താമസ സ്ഥലത്തിന് അറബിയിൽ ബിൽഡിംഗ് എന്നല്ല പേര്, മസ്കൻ എന്നാണ്. മസ്കൻ എന്ന പദം വളരെ ആഴമുള്ള ഒരു പദമാണ്. ഇത് പറ സക്കീനത്ത്, സമാധാനത്തിൻ്റെ ഗേഹം. ഇപ്പൊ ഇസ്ലാം വീടിനെ കുറിച്ച് പറയുന്നത് എല്ലാ വീടുകളെ കുറിച്ചുമല്ല. ഇസ്ലാം പറയുന്ന വീട് എന്ന് പറയുന്നത് സമാധാനം വേണോ അങ്ങോട്ട് ചെന്നാൽ മതി, അതാണ് ഇസ്ലാം പറയുന്ന വീട്, മസ്കൻ. ആ മസ്കൻ അന്വർത്ഥമാകുന്നതിന് വേണ്ടി സത്യവിശ്വാസികളായ നാം എല്ലാം വീടുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ കാര്യങ്ങൾ അറിയണം. മാത്രമല്ല, നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമുക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിലുണ്ടോ, ഇതെൻ്റെ മക്കൾക്കറിയുമോ, ഇതെൻ്റെ ഇണക്ക് അറിയുമോ, ഇതെൻ്റെ കുടുംബക്കാർക്കറിയുമോ എന്ന് ചിന്തിച്ച് കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വീട് നിർമ്മാണം തന്നെ പ്രധാനമാണ്. അതിൽ പിശാചിന് ഇടം കൊടുക്കാൻ പാടില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ ശൈത്താന്റെ കൂട്ടാളികളാണ്. വീട് വലുതാകുന്നതിനോ ഭംഗിയുള്ളതാകുന്നതിനൊന്നും ഇസ്ലാം എതിരല്ല. പക്ഷേ ആ വലുപ്പത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നത് നിശ്ചയിക്കേണ്ടത് നാമാണ്. അഥവാ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ വീട്ടിലുണ്ടാകണം. എന്നാൽ നമ്മുടെ മനസ്സു പറയുന്നു അവൻ്റേത് അങ്ങനെയാണ്, ഇവളുടേത് ഇങ്ങനെയാണ്, ജ്യേഷ്ഠൻ്റേത് അങ്ങനെയാണ്, അയൽവാസിയുടേത് ഇന്ന രൂപത്തിലാണ്, അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിടം സന്ദർശിക്കുന്നത് വരെ. അപ്പോൾ പരസ്പരമുള്ള പെരുമ നടിക്കൽ, അഹംഭാവം മനുഷ്യന്റെ മനസ്സിൽ കയറുകയും അത് വീടിൽ പ്രതിഫലിക്കുകയും ചെയ്യാൻ പാടില്ല. കാരണം ആ വീട്ടിൽ നമ്മൾ സ്ഥിരമായി ഉണ്ടാവുകയില്ല എന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിൽ നാം സ്ഥിരമായി ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ഇറങ്ങിപ്പോന്ന വീട്, നമ്മുടെ കുടുംബങ്ങളിലുള്ള ഒട്ടേറെ വീടുകൾ, ആ വീടുകൾ ഉണ്ടാക്കിയവർ ഇപ്പോൾ ഖബറിലാണ്. അപ്പോൾ ആ വീട് സ്ഥിരമായി അവർ ഉപയോഗിച്ചോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ ചിന്തിക്കേണ്ടത്, എനിക്ക് യഥാർത്ഥ വീട്ടിലേക്ക്, ഇടത്താവളമായ ഖബറാകുന്ന വീട്ടിലേക്കും അത് കഴിഞ്ഞ് ശാശ്വതമായ പരലോകത്തേക്കും പോകുന്നതിനു മുമ്പുള്ള ഒരു താവളമാണ് എൻ്റെ ഈ ലോകത്തെ വീട്. അതുകൊണ്ട് ആ വീട് ഭദ്രമാകണം. അതിലേക്ക് ആക്രമണങ്ങൾ വരാൻ പറ്റരുത്. അതിനൊന്നും കുഴപ്പമില്ല. ഭദ്രമായ വീടുണ്ടാക്കുന്നതിനോ അതല്ലെങ്കിൽ സൗകര്യങ്ങൾ, അതൊന്നും വിഷയമല്ല. പക്ഷേ അതിൽ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ എന്ന് പറഞ്ഞ ആ പോയിന്റ് ശ്രദ്ധിക്കണം. അഥവാ ദുർവ്യയം ചെയ്യുന്നവർ ശൈത്താന്റെ കൂട്ടാളികളാണ്. ദുർവ്യയം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് വീട് നിർമ്മാണത്തിന്റെ അതിൻ്റെ പ്ലാൻ, അതിൻ്റെ സ്ഥലം തുടങ്ങുന്നത് മുതൽ അത് ഒന്ന് ജായിസാണ്, പലിശയുമായി ബന്ധമില്ല. പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കാതെ അതുകൊണ്ട് പണമുണ്ടാക്കുന്ന സക്കാത്തിന്റെ പണവും കൂടി കൂടിയിട്ടാണ് കുയ്യാട്ട എടുക്കുന്നത് എന്ന അവസ്ഥ വരരുത്. അപ്പോൾ ശുദ്ധമായ പണമാകണം, അതിൽ കലർപ്പുകൾ ഉണ്ടാകരുത്. പ്ലാനിങ് വളരെ പ്രധാനമാണ്. ആ പ്ലാനിങ്ങിൽ ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്തത് സംഭവിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി സത്യവിശ്വാസികളായ ആളുകൾക്കുണ്ടാകണം. അതേപോലെ തന്നെ വീട്, ആ ഒരു വീടിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. ആ വീടിൻ്റെ തുടക്കം പ്രധാനമല്ലേ?
ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, ഇന്ന ദിവസം ഞാൻ പ്രവേശിക്കുന്നു. അങ്ങനെ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു വീട്ടിലേക്ക് ആദ്യമായി പ്രവേശിക്കുമ്പോൾ എന്ന നിലക്ക് ഒരു നിയമവും ഇസ്ലാമിലില്ല. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണോ അത് ആദ്യ ദിവസവും ചെയ്യണം. അത് വളരെ സുപ്രധാനമാണ്. അത് നമുക്ക് തോന്നും ഇത്രയേ ഉള്ളൂ, കുറച്ചുകൂടിയൊക്കെ വേണ്ടിയിരുന്നു തോന്നും. ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്ലാമിന്റെ നിയമം, ആരാണോ ആ വീട് നിർമ്മിക്കാൻ ആവശ്യമായ തൗഫീഖ് നമുക്ക് ലഭ്യമാക്കിയത്, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പേരുച്ചരിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് പ്രവേശിക്കണം. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലേണ്ട സ്ഥലങ്ങളുണ്ട്. എന്നാൽ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമായി ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്, ബിസ്മില്ലാ. അത് പോരാ, കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ പറയും. കുറച്ചുകൂടി ഇല്ല, കുറച്ചുകൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല, അതുകൊണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് മതി, അത് തന്നെ ധാരാളമാണ്. അപ്പോൾ ചെറിയ കുട്ടികളടക്കം മക്കളെ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് പ്രവേശിക്കൂ എന്ന് പറയണം. ആ ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴല്ല. വീട്ടിൽ സ്ഥിരമായി സംഭവിക്കേണ്ട കാര്യമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചു, ഇന്ന ഖുർആനൽ ഫജ്ർ, പ്രഭാത സന്ദർഭത്തിലുള്ള ഖുർആനിന്റെ പാരായണം, ആ പാരായണം മലക്കുകൾ സാക്ഷികളാകുന്ന പാരായണമാണ്. മാത്രമല്ല യഫിറു ശൈത്താൻ, ശൈത്താൻ വിരണ്ടോടും. ശൈത്താൻ ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ടോ? അത് അവൻ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? ഇല്ല. ശൈത്താനാകുന്ന സൃഷ്ടിയുണ്ട്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. നമ്മൾ കാണുന്നതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കാണുന്നില്ല മലക്കിനെ, അതുകൊണ്ട് മലക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്നത് മലക്ക് കേൾക്കും, മലക്ക് കേൾക്കും. നല്ല കാര്യങ്ങൾ വലതും ചീത്ത കാര്യങ്ങൾ ഇടതും എഴുതി വെക്കും. ഓ, മലക്ക് കേൾക്കൂ എന്ന് പറഞ്ഞോ? ശിർക്ക് എന്താണെന്നറിയാതെ ശിർക്കിനെ കുറിച്ച് സംസാരിക്കുകയാണോ? മലക്ക് കേൾക്കും സഹോദരങ്ങളിൽ, ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളുടെ സാന്നിധ്യം, ആ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കാൻ കാരണമായി തീരുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ് രാവിലത്തെ ഖുർആൻ പാരായണം. ആ ഖുർആൻ പാരായണം വീട്ടിൽ പ്രവേശിക്കുന്നത് മാത്രം മതിയോ? എല്ലാ ദിവസവും വേണം. ചില സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പരാജയപ്പെട്ടു പോകും. ചിലർ പറയും അങ്ങനെ വീട്ടിൽ പ്രവേശിക്കുകയാണെങ്കിൽ മൗലൂദ് ഓതണം, റാത്തീബ് ഓതണം. അപ്പൊ റാത്തീബിന്റെ കുറച്ച് ആൾക്കാരും, അപ്പൊ വേറെ ആൾ പറഞ്ഞു അല്ല, എല്ലാ ദിവസവും ഖുർആൻ ഓതാനല്ലേ ഖുർആനിലുള്ളത്, ഖുർആൻ ഓതിയ പ്രാധാന്യം ഉണ്ടല്ലോ. അവസാനം മിക്ക സ്ഥലത്തും വീട് പ്രവേശിക്കുമ്പോൾ ഖുർആൻ തോറ്റ് മൗലൂദ് ജയിച്ച്, റാത്തീബ് ജയിച്ച്. എന്താ ഈ ജയിച്ചത്? എന്താ റാത്തീബിൽ ഉള്ളത്? എന്താ മൗലിദിൽ ഉള്ളത്? ഏതെടുത്താലും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആരാധന, റസൂലുള്ളയോടുള്ള പ്രാർത്ഥന. റാത്തീബ് എടുത്താലും അങ്ങനെ തന്നെ. 1000 വട്ടം ആരെങ്കിലും എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി, ആ വിളിക്കുന്നവന്റെ വിളിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഉത്തരം ചെയ്യും. എന്നാൽ അതേ വീട്ടിൽ ഖുർആനാണ് ഓതുന്നെങ്കിലോ, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആനി. അതെ മുഹമ്മദ് നബിയെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ പറയണം, ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആനി, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. വിശുദ്ധ ഖുർആൻ. അപ്പൊ അത് ഓതണ്ട, അതൊന്നും പറ്റൂല, ഞങ്ങളാരും വരൂല. ഇനി ഖുർആൻ ഓതി കയറുകയാണെങ്കിൽ നമ്മളെ വാപ്പകാരണവന്മാരൊക്കെ അല്ലാത്തോലെ വിളിച്ചു പ്രാർത്ഥിച്ചാണ് വീട്ടിൽ പ്രവേശിച്ചത്. ഈ യുദ്ധത്തിൽ പലയിടത്തും നഊദു ബില്ലാഹ് എന്താ സംഭവിക്കുന്നത്? റബ്ബ് പരാജയപ്പെടുന്നു, ഇസ്ലാം പരാജയപ്പെടുന്നു, എന്നിട്ട് പുത്തൻ വാദത്തോടുകൂടി വീട്ടിൽ പ്രവേശിക്കുന്നു. അപ്പൊ ചില ആൾക്കാർ പറയും, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, ഞാൻ ഖുത്ബയിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഉമ്മയും ബാപ്പയും പറഞ്ഞാൽ, നമ്മളെ വല്യാപ്പ പറഞ്ഞാൽ കുടുംബക്കാരൊക്കെ പ്രയാസം ഉണ്ടാക്കൂലേ? അപ്പോൾ പ്രശ്നം അവിടെ ഉണ്ട്. കുടുംബക്കാരെ സ്നേഹിക്കണം, അവർ നമ്മുടെ വീട്ടിൽ വരണം, നമ്മുടെ സന്തോഷത്തിൽ അവരുണ്ടാകണം. പക്ഷെ കുടുംബക്കാർക്ക് ഒരു കാര്യം വീട്ടുപ്രവേശത്തിന് മുമ്പേ മനസ്സിലാകണം, ചില കാര്യങ്ങളിൽ അവന് വല്ലാത്ത വാശിയ. ഏതാണ് ആ കാര്യം? എന്ത് ചോദിച്ചാലും ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഈ സമയത്ത് അള്ളാന്റെ റസൂൽ എന്താ ചെയ്തത് അവൻ ചോദിക്കുക. അപ്പോ അത് ശരിയാ, വീട്ടിൽ പ്രവേശിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ കാലത്ത് പിന്നെ മൗലൂദ് എല്ലാം പറ്റുക, കാരണം മൗലൂദ് ഇല്ല, പിന്നെ ഉണ്ടായത്.
കുത്തുബിയത്ത് ഉണ്ടായത് മൊയ്തീൻ ഷെയ്ഖ് ജനിച്ച് മരിച്ചതിന് 500 കൊല്ലം ശേഷം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇല്ലാത്തതാണ്. അന്ന് ഓതിയ ഖുർആൻ ഇന്നുമുണ്ട് എന്ന്. കുടുംബക്കാർക്ക് നമ്മളോടുള്ള സ്നേഹം ഏകപക്ഷീയമാകരുത്, വിഷയാധിഷ്ഠിതമാകണം. അള്ളയും റസൂലും പറഞ്ഞതിനെതിരാണോ നടക്കൂല, അതിലോന് വാശിയാണ്. മറ്റു കാര്യങ്ങളിലെല്ലാം അല അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. ഏതാ സാഹചര്യം? ഇസ്ലാമിലേക്ക് മക്കയിൽ ധാരാളം ആൾക്കാർ കടന്നു വന്നു. ആ അറേബ്യൻ നാട്ടിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അവരുടെ മാതാപിതാക്കൾ പലരും മുശ്രിക്കുകൾ തന്നെ. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനെയും ഇസ്മായിൽ നബി അലൈഹിസ്ലാമിനെയും ലാത്തനെയും ഉസ്സനെയും അനാത്തനെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവർക്ക് നേർച്ച കൊടുക്കുന്ന, അവർക്ക് വഴിപാട് കൊടുക്കുന്ന, അവരുടെ പേരിൽ വഴിപാടുകൾ നടത്തുന്ന, അതേപോലെ തന്നെ അവരുടെ വിഗ്രഹം വെച്ച് ആരാധിക്കുന്ന, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വാപ്പാര് അവിടെ തന്നെ ഉണ്ട്, മക്കള് മാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്നു. അപ്പൊ ഇവര് റസൂലിനോട് ചോദിക്കാണ്, നബിയെ, ഞങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണ്ടേ? അവർ ഞങ്ങളെ മാതാപിതാക്കളല്ലേ? അപ്പോ വിശുദ്ധ ഖുർആൻ മറുപടി കൊടുക്കുകയാണ്, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി, പടച്ചവനിൽ പങ്കു ചേർക്കുന്ന, എന്നിൽ പങ്കു ചേർക്കുന്ന വിഷയം, അഥവാ പടച്ചവന് മാത്രം കൊടുക്കേണ്ടത് പടച്ചവരല്ലാത്തവർക്ക് കൊടുക്കുന്ന വിഷയത്തിൽ അവർ നിന്നോട് ജിഹാദ് നടത്തിയാൽ, അഥവാ നിന്നോട് അവർ നിർബന്ധിച്ചാൽ, അടുത്ത വാചകം ഫലാ തുതിഉഹുമാ, അവരെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. എല്ലാവരും ന്യായം, അങ്ങ് പറഞ്ഞൊക്കെ ശരി, വാപ്പയും ഇമ്മനെ അനുസരിക്കണം ഇസ്ലാമിലുണ്ടല്ലോ എന്ന്. അപ്പം വാപ്പയും ഇങ്ങോട്ട് ഓർമ്മ വരും, പെട്ടെന്ന് ഓർമ്മ വരും. ഓർമ്മ വന്നണ്ട, ആ വിഷയത്ത് പറ്റില്ല. അള്ളാഹ്ക്കെതിരിൽ, അള്ളാഹിന്റെ റസൂലിനെതിരിൽ വാപ്പ പറഞ്ഞാൽ വാപ്പക്ക് അവിടെ സ്ഥാനല്ല, അള്ളാഹുവിനും അവന്റെ റസൂലിനും ആ സ്ഥാനം. എനിക്കിഷ്ടം നിങ്ങളോട്, എനിക്കിഷ്ടമാണ് ഉമ്മ, പക്ഷെ നിങ്ങളെ തന്ന അള്ളാഹുവിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് പഠിപ്പിച്ച നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് മഹാനായ റസൂലുള്ള പറഞ്ഞതിനെതിരിൽ ഉപ്പ പറഞ്ഞാൽ സ്വീകരിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ പ്രശ്നാവൂലേ? കുറെ ആൾക്കാർക്ക് നമ്മുടെ വീട്ട് വിഗ്രഹാരാധനക്ക് സമമായ പടച്ചവനല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് വേണോ നമ്മുടെ വീടിന്റെ തുടക്കം? നമ്മുടെ വീടാണോ? ആ വീട് നിർമ്മാണത്തിന് നമ്മളെ സഹായിച്ചത് റബ്ബല്ലേ? എങ്കിൽ ആ വീട്ടിൽ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുന്ന് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു എന്ന് മക്കയിലെ മുശ്രിക്കുകൾ ഒരു പരാതിയില്ല. പക്ഷെ അവർ പറഞ്ഞു, ഫറഖ ഖുറൈശ്, മുഹമ്മദ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ഭാഷയിൽ മുഹമ്മദ് ഖുറൈശികളെ ഭിന്നിപ്പിച്ചു. ഇവിടെ നല്ല നിലയ്ക്ക് എല്ലാവരും ഇബ്രാഹിം നബിനെ, ഇസ്മായിൽ നബിനെ, ലാത്തനെ, ഉസ്സനെ ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു ഇങ്ങനെ ഒറ്റക്കെട്ടായിരുന്നു. അപ്പോ വന്നിട്ട് അത് പറ്റൂല, ഇത് പറ്റൂല, അങ്ങനെ അവിടെ ആരാധന പറ്റൂല, ഇവിടെ ആരാധന പറ്റൂല, ഓരോരു പടച്ചോ മാത്രം മതി. ഖുൽ ഹുവല്ലാഹു അഹദ്, മുഹമ്മദ് നബിയെ പറയുക, കാര്യം അല്ലാഹു ഏകനാകുന്നു. എല്ലാ അർത്ഥത്തിലും റബ്ബ് ഏകനാണ്. അവിടെ റസൂലുള്ളാഹിക്ക് നെഗറ്റീവ് അവരുക, നമ്മൾ പറയും ആ നെഗറ്റീവ് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, ഇവിടെ അടുത്ത ആഴ്ച നിങ്ങളെ വള്ളി തന്നെ കുത്തുബൊക്കെ, പക്ഷെ അതൊന്നും നടക്കൂല. അത് പിന്നെ വീട്ടിലെല്ലാവരും, ഞാൻ ചിലപ്പോൾ മൗലൂദിന് കൂടിയില്ലൊക്കെ വരും, പക്ഷേ ഞാൻ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. എനിക്ക് എല്ലാവരും വേണം. അർത്ഥം എന്താ? അള്ളാഹ് എന്നെ ഇഷ്ടപ്പെട്ടില്ല, എനിക്കൊരു പ്രശ്നവുമില്ല, പരലോകം എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. അള്ളാഹു നമ്മളെ സഹായിക്കാൻ വിചാരിച്ചാൽ ലോകം മൊത്തം നമുക്കെതിരാണെങ്കിലും നമ്മൾ ഒരു ചുക്കും ചെയ്യാൻ ആർക്കും കഴിയില്ല. എന്നാൽ റബ്ബെങ്ങാനും നമ്മളെ കൈവിട്ടാലോ, ലോകം മൊത്തം നമ്മളെ സഹായിക്കാൻ വന്നാലും ഒന്നും, ഒരു സഹായം അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വീട്, നമുക്കൊരു വീട്, നമ്മുടെ ബന്ധത്തിൽ ഒരു വീട് തുടങ്ങുമ്പോൾ അവിടെ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വീട്ടിൽ കയറാൻ, വീട്ടിൽ സ്ഥിരമായി വിശുദ്ധ ഖുർആന്റെ പാരായണം. അതിൽ തന്നെ റസൂലുള്ള പ്രത്യേകം പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ വീടുകളിൽ പ്രഭാത സന്ദർഭത്തിൽ പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറയുടെ അർത്ഥം ഒരൊറ്റ ആവർത്തി വായിച്ചു പോയാൽ മനസ്സിലാകും എന്തിനാണ് സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞത്. അതൊരൊറ്റ ആവർത്തി സൂറത്തുൽ ബഖറയുടെ ആശയം മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യമാകും. സഫ് നടത്തിയിരിക്കാം, എല്ലാ സഫ് ഒന്ന് പൂർത്തിയാക്കാം. കുട്ടികൾ മുന്നോട്ട് പോയി. അപ്പോൾ സഹോദരി സഹോദരന്മാരെ, വീടുകളിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. അപ്പൊ നമ്മൾ വിചാരിക്കും അതൊക്കെ വളരെ നിസ്സാര കാര്യമല്ലേ. പക്ഷേ ഇന്ന് ഭക്ഷണം കഴിക്കും, പടച്ചോനെ ഇന്ന് ബിസ്മില്ല എന്ന് പറഞ്ഞില്ല നമ്മൾ ആലോചിക്കുക.
ഇന്ന് ഈ വെള്ളിയാഴ്ച ഈ ഖുതുബ കേട്ട് വീട്ടിൽ പോകുന്ന നമ്മൾ ഒരുപക്ഷെ ബിസ്മില്ല എന്ന വളരെ ചെറിയൊരു പദം പറയാതെ വീട്ടിൽ കയറും. പിന്നെ ഒരു പക്ഷേ അതെന്ത് പറഞ്ഞാൽ തൗഫീഖ് വേണം. അതൊക്കെ വളരെ ചെറിയ കാര്യമല്ലേ. ഇനി മുതൽ ഞാൻ ബിസ്മില്ല ചൊല്ലിക്കോളാം. ചിന്തിക്കാൻ എളുപ്പമാണ്, പക്ഷേ ആ നന്മ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, എനിക്ക് നീ ആഫിയത്ത് നൽകണം, എനിക്ക് നീ കഴിവ് നൽകണം. അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ, വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ, വഹുസ്നി ഇബാദതിക, നിനക്കുള്ള ഇബാദത്തുകൾ നന്നാക്കി തീർക്കാൻ. പ്രത്യേക പ്രാർത്ഥനയാണ്. ആര് പ്രാർത്ഥിച്ചതാ? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പടച്ചോന്റെ തൗഫീക്ക് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇനി സഹോദരങ്ങളെ, ബിസ്മില്ലാ എന്ന് പറയാതെ നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കരുത്. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച കാര്യമാണ്. മനസ്സിലാക്കി. എത്രയോ വീടില്ലാത്തവരുണ്ട്, സ്വന്തം വീടില്ലാത്തവരുണ്ട്, വാടക വീട്ടിൽ പോലും താമസിക്കാൻ കഴിവില്ലാത്തവരുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ രാജ്യമെടുത്താൽ അത്ഭുതകരമായ എണ്ണം നമുക്ക് കിട്ടും, വീടില്ലാത്തവരുടെ എണ്ണം നമ്മൾ ചോദിച്ചാൽ. പക്ഷേ പടച്ചവൻ താമസ സ്ഥലം നമുക്ക് നൽകി എങ്കിൽ അത് നൽകിയ റബ്ബിന്റെ പേരുച്ചരിച്ചു കൊണ്ടായിരിക്കണം വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. രണ്ടാമത്തത്, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിൽ നമ്മൾ മാത്രമല്ല ഉണ്ടാവുക. അപൂർവ സാഹചര്യങ്ങളിൽ നമ്മുടെ വീട്ടുകാർ മറ്റെവിടെയെങ്കിലും പോയെങ്കിൽ മാത്രമേ വീട്ടിൽ ആളില്ലാത്ത അവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞാൽ സൂറത്തു നൂർ കൃത്യമായി പഠിപ്പിക്കുന്നു, ആ വീട്ടിലെ അഹ്ലുകാർക്ക് സലാം പറയണം. അത് ഇസ്ലാമിന്റെ നിയമമാണ്. നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം, വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ ദുആയാണ് ഇസ്ലാമിന്റെ അഭിവാദ്യം. അത് മരണ വീട്ടിലും പറ്റും, കല്യാണ വീട്ടിലും പറ്റും, ഏത് സാഹചര്യത്തിലും പറ്റും. ഒരു മരണ വീട്ടിലേക്ക് പോയി ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊക്കെ ഗുഡ് മോർണിംഗ്, ഞങ്ങൾക്ക് അങ്ങനെ ഗുഡൊന്നുമില്ല, നമ്മൾ വിചാരിക്കാത്തൊരു മരണം സംഭവിച്ചതാ എന്നൊരു പക്ഷേ പറഞ്ഞേക്കാം. പക്ഷെ അവിടെയും പറയാം, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ഇനി നമ്മളൊരു വിവാഹ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. പ്രാർത്ഥന എപ്പോഴും പറ്റും. ആ സലാം ചില ആളുകൾ അഹ്ലുകാർക്ക് പറയില്ല, അഹ്ലുകാർക്ക് പറയില്ല. അതിന് മടിയാണ്, കാരണം ശീലമില്ല. വാപ്പക്ക് ഞാൻ സലാം പറയും, വേറെന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു. എൻ്റെ ഭാര്യക്ക് ഇന്ന് ഉച്ചക്ക് ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ എൻ്റെ ഭാര്യക്ക് സലാം പറയും. എൻ്റെ എന്താ നിങ്ങൾക്ക് പറ്റിയത്, ഇന്ന് എന്താ പറ്റിയത്? കാരണം ഇതുവരെ പറയാത്തൊരു വാചക പറയുന്നത്. അതിൽ നമ്മൾ മാറണം. എന്നിട്ട് പറയും, ഇന്ന് ഖുതുബയിൽ ഇങ്ങനെ പറഞ്ഞ് സലാം പറയണം. എനിക്ക് ഇന്നാ മനസ്സിലായത് ദുആയാണ്. സഹോദരങ്ങളെ, നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കണം. അതാണ് അസ്സലാമു അലൈക്കും. എല്ലാ അഹമ്മദ്ക്കാർക്കും, പോക്കർക്കാർക്കും, ഫാത്തിമാക്കും ഒക്കെ പഠിച്ചോന്റെ രക്ഷ വേണം. അതിനേക്കാളും നമ്മളോട് പ്രിയപ്പെട്ടവർക്ക് രക്ഷ കിട്ടണ്ടേ? അപ്പൊ ലോകത്തുമുള്ള എല്ലാവർക്കും രക്ഷ കിട്ടണം, വീട്ടുകാർക്ക് രക്ഷ കിട്ടണ്ട എന്നാണ് നമ്മുടെ ആശയം. അല്ല, ആ ആശയമല്ല നമ്മുടെ ആശയം. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ശുസ്സലാം ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക, സ്നേഹം വർദ്ധിക്കാൻ. അതാണ് അവിടെ പോയിന്റ്. സ്നേഹം വർദ്ധിക്കാനുള്ള മാർഗം പ്രാർത്ഥന വർദ്ധിപ്പിക്കുക, സലാം വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ, വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അസ്സലാമു അലൈക്കും ഒരു രൂപമാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അടുത്ത കാര്യമാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മൂന്നും പറഞ്ഞാൽ 30 കൂലി, രണ്ടെണ്ണം പറഞ്ഞാൽ 20, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 കൂലി. അതുകൊണ്ട് ഏറ്റവും മഹത്തരമായ രൂപത്തിൽ ആ സമയത്ത് ഇനി അങ്ങനെ ഒരു ശീലം നമ്മുടെ വീട്ടിലില്ല എന്ന് കരുതുക, നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചർച്ച ചെയ്യും. ഇങ്ങനെ സലാം പറയൽ, ഞാൻ അതിന്റെ ഗൗരവം എപ്പോഴാണ് മനസ്സിലാക്കിയത്. അവിടെ എന്നോട് സാധനം വാങ്ങാൻ വിളിക്കൂലേ, അപ്പൊ ഫോണിൽ വിളിക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം. വാട്സപ്പിൽ ലിസ്റ്റ് ഇടുമ്പോൾ ആദ്യം സലാം. കാരണം അതൊരു നമുക്ക് കിട്ടുന്ന ഒരു ഗുണമാണ്. നമ്മുടെ ഭാര്യ നമുക്ക് സലാം പറയുന്നു, നമ്മുടെ മോള് നമുക്ക് സലാം പറയുന്നു, നമ്മുടെ ഉപ്പ നമുക്ക് സലാം പറയുന്നു. നമ്മൾ എല്ലാ സ്ഥലത്തും സലാം. ഒരു കാര്യം പറയുമ്പോൾ സലാമോടുകൂടി തുടങ്ങുക. അപ്പോ കുടുംബത്തിൽ തന്നെ സ്നേഹം വർദ്ധിക്കും. അതാണ് വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. ആ വീട്ടിൽ നിന്ന് നമ്മൾ വീട്ടിലെത്തിയാൽ എന്തെങ്കിലും കുടിക്കും. ഒരു ഗ്ലാസ് ചുടുവെള്ളമായിരിക്കും ചില ആൾക്കാർ പറയും, ഒരു കട്ടൻ ചായ എടുക്കുന്ന വേറെ ചില ആൾക്കാർ, ആ ഫ്രിഡ്ജിലുള്ള വെള്ളം തന്നെ വരണം വേറെ കുറച്ച്, നല്ല വിശപ്പുണ്ട് ഭക്ഷണം എടുക്കുക, എന്തെങ്കിലും നമ്മൾ പറയും. അത് സ്വാഭാവികമാണ്. ആ സന്ദർഭത്തിലെ ബിസ്മിയും പ്രധാനമാണ്.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വീട്ടിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തു. ആദ്യമായ ആ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിനെ ഓർത്തു എങ്കിൽ പിശാച് നിരാശനായി. കാരണം ദിക്റുള്ള മനുഷ്യനാ, ഭക്ഷണത്തിന്റെ കാര്യം ആ അനുഗ്രഹം ഓർക്കുന്ന മനുഷ്യനായത്, ഈ വീട് ആകുന്ന അനുഗ്രഹത്തെ ഓർത്ത മനുഷ്യനായത്, പിന്നീട് പിശാച് നിരാശനാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ദിക്ർ ആ സന്ദർഭത്തിൽ ഓർക്കണം. ബിസ്മില്ല, അവിടെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ലാ, മോനെ സമ്മില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വളർത്തുപുത്രനോടൊപ്പം ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടി ഇങ്ങനെ ഇടത് കൈ കൊണ്ടൊക്കെ ഭക്ഷണം കഴിച്ചപ്പോ നീ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നല്ല, കഴിഞ്ഞ ആഴ്ച നമ്മളത് പറഞ്ഞത് മോനെ സമ്മില്ലാ, മോൻ ബിസ്മില്ല എന്ന് പറയൂ എന്നാണ്. സെമ്മില്ല എന്ന് പറയൂ. അപ്പോ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ബിസ്മി, പ്രത്യേകിച്ച് വീട്ടിലേക്ക് കയറി ആദ്യത്തെ ഭക്ഷണം പ്രധാനമാണ്. ആ സന്ദർഭത്തിലും എല്ലാ സന്ദർഭങ്ങളിലും ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമുക്ക് നൽകിയ ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പേരുച്ചരിച്ചുകൊണ്ട് അവന്റെ പേരിൽ അവന്റെ നാമത്തിൽ ഭക്ഷണം കഴിക്കുക എന്നത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. അതേപോലെ തന്നെ വീടുകളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഇസ്ലാമികമായ അടയാളങ്ങൾ വീട്ടിലുണ്ടാകണം. ഒരു വീട്ടിലേക്ക് വന്നാൽ അവിടെ ഇസ്ലാമികമായ അടയാളങ്ങൾ ഉണ്ടാകണം. എന്താണ് ഏറ്റവും പ്രധാനമായി ഇസ്ലാം പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാതെ ആരാധിക്കുന്നതിലേക്ക് ചിന്തിപ്പിക്കുന്ന ഒന്നും ഒരു വീട്ടിലുണ്ടാകരുത്. ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. ഒരിക്കൽ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു വിരി തൂക്കിയിട്ടുണ്ട്. ആ വിരിയിൽ ഒരു പക്ഷിയുടെ ചിത്രമുണ്ട്. സാധാരണ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് പ്രയാസമുണ്ടെങ്കിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ഒതുക്കി വെച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പക്ഷെ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് പെട്ടെന്ന് മുഖം ചുവന്നു, എടുത്തു മാറ്റൂ എന്ന് പറഞ്ഞു. അഥവാ സഹോദരീ സഹോദരന്മാരെ, വിഗ്രഹാരാധനയെ പാടില്ല എന്ന് പറയുക മാത്രമല്ല ഇസ്ലാം ചെയ്തത്, മറിച്ച് ആ വിഗ്രഹാരാധനയിലേക്ക് എത്തിക്കുന്ന എല്ലാ മാർഗങ്ങളും ഇസ്ലാം അടച്ചു കളഞ്ഞു. നമ്മുടെ വീട്ടിൽ വലിയ കാരണൊരു ഫോട്ടോ ഉണ്ട്, വല്യാപ്പാന്റെ ഒരു ഫോട്ടോ ഉണ്ട്. എന്താ ഇത് വെക്കാൻ കാരണം നിങ്ങൾ അറിയോ? ഈ സ്വത്തൊക്കെ ഈ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് മക്കൾക്കും പേരമക്കൾക്കും വരാനെടുത്ത തലമുറക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, ഇതാരാന്നറിയോ? അതുകൊണ്ട് ഇദ്ദേഹത്തെ പറ്റി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആ ഫോട്ടോ അവിടെ വെച്ചത് എന്നായിരിക്കാം. അതൊരു പക്ഷേ ദീൻ അറിയാത്ത ആളുകളുടെ ഭാഷയിൽ ശരിയായ ന്യായമാണ്. എന്നാൽ ദീൻ അറിയുമെങ്കിലോ? ഞങ്ങൾക്കറിയോ, ഈ ഫോട്ടോയിൽ കാണുന്ന വല്യപ്പയേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയുടെ ഫോട്ടോ ഇവിടെ. ഒരു മുസ്ലിം വീട്ടിൽ ഒരു സൃഷ്ടിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാമെങ്കിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന കാര്യത്തിൽ ലോകത്താർക്കും തർക്കമില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോയാണ്. കിട്ടുമോ? ഒരാൾ വെക്കാൻ വിചാരിച്ചാൽ കിട്ടുമോ? ഇല്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് ഒരു ബാലപ്രസിദ്ധീകരണത്തിൽ റസൂലുള്ളാഹിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ കോഴിക്കോട് ടൗണിൽ പ്രകടനം നടന്നു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, അതിന്റെ ഈ ലക്കം ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു, മുസ്ലിം സമുദായം ഞങ്ങൾക്ക് മാപ്പ് തരണം. ആ പ്രകടനത്തിൽ പങ്കെടുത്തത് മുവഹിദുകളായ സലഫികളായ ആളുകൾ മാത്രമല്ല, എല്ലാ മുസ്ലിമീങ്ങളും പങ്കെടുത്തു. എല്ലാവരും പ്രതിഷേധിച്ചു. കാരണം എല്ലാവർക്കും അറിയാം ഇസ്ലാമിൽ വിഗ്രഹാരാധനയല്ല, ആ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്ന റസൂലുള്ളാഹിയുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചത് ശരിയല്ല. ഫോട്ടോ റസൂലുള്ളാഹി അല്ലാന്ന് വേറെ കാര്യം, പാടില്ല എന്ന്. അപ്പൊ അത്ര ഗൗരവത്തോടുകൂടി മുസ്ലിം ഉമ്മത്ത് കാണുന്നില്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിൽ അള്ളാഹിന്റെ റസൂലിന്റെ ഫോട്ടോ വെക്കില്ല, നമ്മൾ ഫോട്ടോ വെക്കാൻ കിട്ടുന്നുമില്ല എങ്കിൽ അതിന്റെ താഴെയുള്ളവരുടെ ഫോട്ടോ എന്തിന്? അപ്പോൾ അടുത്ത പോയിന്റ്, എന്താ അതിലെ പ്രശ്നം? ഈ ആളെ ഒന്ന് ഓർക്കാനും അതേപോലെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാനും വേണ്ടിയല്ലേ? അതിന്റെ മറുപടി ഉണ്ട് സഹോദരങ്ങളെ. ഇന്ന് ഈ പള്ളിയിൽ വന്ന നമ്മൾ എത്ര പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിച്ചു? അപ്പൊ ഒരു വ്യക്തിയെ ഓർക്കുക എന്നത് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനം ആ വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വെള്ളിയാഴ്ച ദിവസം വന്നാൽ അക്സിറു അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഈ ദിവസം മറ്റ് ദിവസങ്ങളിൽ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലണം. എന്താ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, പടച്ചവനെ റസൂലുള്ളാഹിക്ക് ബറക്കത്ത് കൊടുക്കണേ. അതാണ് സ്വലാത്ത്. അതാണ് സ്വലാത്തിന്റെ മർമ്മം. അപ്പോൾ എന്തു വേണം? ആ ഫോട്ടോ എടുക്കുക.
ഫ്രെയിം ചെയ്ത ഫോട്ടോ എടുക്കുക. എടുക്കും മുമ്പ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്തിനാണ് എടുക്കുന്നത്. മരിച്ചുപോയ നമ്മുടെ കുടുംബത്തിലെ വലിയ വലിയ ആളുകളെ നമ്മൾ ഓർക്കേണ്ടത് അവരുടെ ഫോട്ടോ വെച്ചല്ല, മറിച്ച് വല്യുമ്മമാര്, വല്യുപ്പമാര്, കാരണവന്മാര് കുട്ടികളൊക്കെ വിളിച്ചിരുത്തുക. മക്കളെ ഒരു കഥ പറഞ്ഞുതരാം. നമ്മളെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു, മായങ്കാക്ക എന്നായിരുന്നു പേര്. അറിയോ, ആകെ നമ്മൾ അന്നത്തെ ആൾക്കാരൊക്കെ പട്ടിണി കിടന്ന് പ്രയാസമായിരുന്നു. ഇപ്പൊ രാവിലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഇറങ്ങും. അങ്ങനെ കൃഷി ചെയ്ത് അങ്ങനെ കുറെ സ്ഥലമൊക്കെ വാങ്ങി, അങ്ങനെ ഈ സ്ഥലമൊക്കെ നമുക്കുണ്ടായത്. അതുകൊണ്ട് കുട്ടികളൊക്കെ അവർക്ക് വേണ്ടി ദ്വാരക്കൂലേ, ആ ദ്വാരക്കും. അതാ വേണ്ടത്. അഥവാ ഇസ്ലാമിൽ വലിയ ആളുകളോടുള്ള സ്നേഹവും ആദരവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്, അല്ലാതെ ഫോട്ടോ വെക്കലല്ല. ഇനി ഫോട്ടോ വെച്ചാൽ ഒരു അപകടവും പറഞ്ഞുതരാം. നമ്മൾ സ്ഥിരമായി നമ്മുടെ കുടുംബത്തിലെ ഒരാളുടെ ഫോട്ടോ അങ്ങനെ നമ്മളെ വീട്ടിന്റെ മുമ്പിലുണ്ട്. നമ്മൾ 2 കൊല്ലത്തേക്ക് ഗൾഫ് പോവാണ് എന്ന് വിചാരിക്കുക. 2 കൊല്ലത്തേക്ക് ഗൾഫിൽ പോകുന്ന നമ്മൾ ഒരു പക്ഷേ വിശ്വാസത്തിൽ ചെറിയ ഒരു അബദ്ധം പറ്റിയാൽ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? പോകാൻ നേരത്ത് ഒന്ന് ആ ഫോട്ടോയിലേക്ക് നോക്കും. എന്ത്? ഞങ്ങൾ പോയി വരട്ടെ. എന്തിനാ നോക്കിയത്? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റുകളെ എതിർക്കുക മാത്രമല്ല, ആ തെറ്റുകളിലേക്ക് പോകാനുള്ള വഴികളും അടച്ചു കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുമോ എല്ലാവരും? ശരി, അങ്ങനെ സാധ്യത ഉണ്ട്. അപ്പോ അവര് കാണുമോ, അവര് കേൾക്കുമോ, അവരറിയുമോ? ഇല്ല. പിന്നെ എന്തിനാണത്? അപ്പൊ അതുകൊണ്ട് ഫോട്ടോ വെച്ചിട്ടല്ല. കാരണം അങ്ങനെ ഫോട്ടോ വിഗ്രഹത്തിലെത്തിയ ആളുകൾ അതിനെ ശക്തമായി ഇസ്ലാം എതിർക്കുന്നു. ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അവർക്ക് സാധ്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താ പറഞ്ഞത്? നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിന്റെ മുമ്പിൽ ഒരു വിഗ്രഹമുണ്ട്, യേശുവിന്റെ ഒരു ചിത്രമുണ്ട്, അതിൽ ഒരു കുരിശുണ്ട്. മുസ്ലിങ്ങളിൽ ഒന്നും കിട്ടാനില്ല, എന്നാ പിന്നെ തൊട്ടടുത്ത ജാറത്തിന്റെ ഒരു ഫോട്ടോ വെച്ചേക്കാം, ഇന്നത് ബാലൻസ് ആയി കിട്ടണല്ലോ. ശരി, അങ്ങനെ ഒരു ജാറത്തിന്റെ ഫോട്ടോ, യേശുവിന്റെ ഫോട്ടോ, ഒരു വിഗ്രഹം. ബസ് സ്റ്റോപ്പിൽ വന്നു രാവിലെ. അവിടുന്ന് ഒരു 10 രൂപയുടെ 20 രൂപയുടെ മാല വാങ്ങി. എന്നിട്ട് ആ ചിത്രത്തിന്റെ മുകളിൽ ആ മാലയിട്ടു. സഹോദരി സഹോദരന്മാരെ, എന്തിന്റെ മുകളിൽ ആ മാലയിട്ടത്? വിഗ്രഹത്തിന്റെ, കുരിശിന്റെ, ജാറത്തിന്റെ ചിത്രത്തിന്റെ മുകളിൽ. വൈകുന്നേരമാകുമ്പോൾ ആ പൂവ് വാടിപ്പോകും. സ്വന്തം ജാറത്തിന്റെ മുകളിലിട്ട പൂവ് വാടുന്നത് തടയാൻ ജാറത്തിൽ മരിച്ചു കിടക്കുന്ന ആൾക്ക് കഴിയുമോ? സ്വന്തം വിഗ്രഹത്തിന്റെ മുകളിൽ ചാർത്തിയ പൂവ് വാടുന്നത് തടയാൻ ആ വിഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്ന ആൾക്ക് സാധിക്കുമോ? ഇല്ല. അവരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇനി അതേ ബസ് പോയി ഒരു ആക്സിഡന്റ് പറ്റി ഒരു പോസ്റ്റിനിടിച്ചു. ഒരുപക്ഷെ ഈ 3 ചിത്രങ്ങളും തവിടുപൊടിയായി പോകും. സ്വന്തം വിഗ്രഹത്തെ അപകടത്തിൽ രക്ഷിക്കാൻ സാധിക്കാത്തവരോടാണോ രക്ഷിക്കണേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത്? ഇസ്ലാം, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളും എത്തിയ വിശ്വാസം അള്ളാഹു അതിൽ നമ്മെ നിലനിർത്തുമാറാകട്ടെ. നമ്മുടെ വിശ്വാസം എന്താ സഹോദരങ്ങളെ? റസൂലുള്ളയെ ആരാധിക്കരുത്, റസൂലുള്ളയോട് പ്രാർത്ഥിക്കരുത്, മലക്കിനെ ആരാധിക്കരുത്, മലക്കിനോട് പ്രാർത്ഥിക്കരുത്, ജിന്നിനെ ആരാധിക്കരുത്, ജിന്നിനോട് പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനയും ആരാധനയും എല്ലാം ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിനോട് മാത്രം. ഇത് ചെറിയ കാര്യമല്ല, ഇത് സ്വർഗത്തിന്റെ താക്കോലാണ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഈ ആശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. വീടുകളിൽ ജീവനുള്ളവർ അപ്പോ പത്രം പറ്റുമോ? അപ്പൊ നമ്മുടെ ഫോട്ടോ എടുക്കുന്നില്ലേ? അതൊക്കെ വളരെ കൃത്യമായി ഇസ്ലാമിക പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു. പത്രം പറ്റും, കുട്ടികളെ കളിക്കോപ്പുകൾ പറ്റും. മനുഷ്യന്റെ രൂപത്തിലുള്ള കളിക്കോപ്പ് ഉണ്ടാവില്ലേ, അത് താഴത്ത് എവിടെയെങ്കിലും ഇടുന്നതാണ്. പത്രം കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റായി ഒഴിവാക്കുന്നതാണ്, നമ്മുടെ ഐഡന്റിറ്റിക്ക് വേണ്ടിയുള്ളത്. അതേപോലെ തന്നെ ഒരു ഇസ്ലാമികമായ ഒരു പരിപാടി നടന്നു, അവിടെ എന്താ നടന്നത്? സുതാര്യത വേണം, ഫോട്ടോ എടുക്കാം, പത്രത്തിൽ കൊടുക്കാം. അതൊക്കെ എത്ര വ്യക്തമായിട്ടാ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതുകൊണ്ട് പാടില്ലാത്തത് എന്ത്, പാടുള്ളത് എന്ത് എന്നത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഇസ്ലാമിക വീട്ടിൽ വിഗ്രഹാരാധന പാടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേക്ക് നീങ്ങുന്നതും നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മുടെ വീട് റബ്ബിന്റെ അനുഗ്രഹമാണ്. ആ വീട്ടിലേക്ക് ബിസ്മി ചൊല്ലി കയറാൻ, ആ വീട്ടിലേക്ക് സലാം ചൊല്ലി കയറാൻ, ആ വീട്ടിൽ ശിർക്കിലേക്ക് എത്തുന്ന ഒരു മാർഗങ്ങളും ഇല്ലാതിരിക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഇസ്ലാം 20-ാം അധ്യായമായ സൂറത്തു ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കാൻ പറയുന്നു, റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. സഹോദരി സഹോദരങ്ങളെ, വാളോ കുന്തമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ബോംബുകളോ ഒന്നുമല്ല ആയുധം. ഈ ആധുനിക കാലഘട്ടത്തിലെ ആയുധം ഇൽമാണ്, അറിവാണ്. അടിസ്ഥാനപരമായ അറിവാണ് മതത്തിൽ ഉള്ള അറിവ്. അതോടൊപ്പം തന്നെ ഈ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവ്. ആ അറിവ് നേടിയെടുക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം. ഈ ദുആ നമ്മോടൊപ്പം ഉണ്ടാകണം. റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, സിദ്, നീ വർദ്ധിപ്പിക്കണം, നീ എനിക്ക്, റബ്ബി സിദ്നി, റബ്ബേ എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണം, ഇൽമ, അറിവിനെ. വളരെ സിമ്പിൾ, വളരെ എളുപ്പം. റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. ആ അടിസ്ഥാനപരമായ അറിവ് വിശുദ്ധ ഖുർആനാണ്, പ്രവാചക ചര്യയാണ്. നമ്മൾ പഠിക്കണം, നമ്മുടെ കുടുംബം പഠിക്കണം, നമ്മുടെ ഉമ്മയും ഉപ്പയും പഠിക്കണം, ഭാര്യ പഠിക്കണം, ഭർത്താവ് പഠിക്കണം. അങ്ങനെ ദീൻ പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന തുറവി ലോകത്ത് എവിടെ പോയാലും ആ ഒരു സന്തോഷവും സമാധാനവും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അറിവ് സമ്പാദനത്തിലുള്ള ആഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകണം.